അർമേനിയയിലെ ഗാർണി എന്ന ഗ്രാമത്തിൽ വെച്ചാണ് ലവാഷ് ഉണ്ടാക്കുന്നത് ആദ്യമായി കാണുന്നത്. അർമേനിയ, തുർക്കി, അസർബൈജാൻ, കസാഖിസ്ഥാൻ, ഇറാൻ എന്നീ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ട്രഡീഷണൽ ഫുഡാണ് ലവാഷ്. ലവാഷിനെ അർമേനിയൻ ഫ്ലാറ്റ് ബ്രെഡ് എന്നും വിളിക്കും. ഇത് വളരെ കനം കുറഞ്ഞതാണ്. സാധാരണ ബ്രെഡ് ഉണ്ടാക്കുന്ന മാവ് ഉപയോഗിച്ചാണ് ലവാഷ് ഉണ്ടാക്കുന്നത്. മാവ് നല്ലതുപോലെ അരിച്ചെടുത്ത് കുറച്ച് ഈസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചൂടുവെള്ളത്തിൽ നല്ലതുപോലെ കുഴച്ചെടുക്കുന്നു. ചപ്പാത്തി ഉണ്ടാക്കാനും പൊറോട്ട ഉണ്ടാക്കാനും കുഴയ്ക്കുന്നത് പോലെ കുഴച്ച് പരുവത്തിനാക്കി വയ്ക്കുന്നു. ശേഷം ഒരു പാത്രത്തിൽ ഇതിനെ തുണി കൊണ്ട് മൂടി നല്ലതുപോലെ വയ്ക്കുന്നു. 3-4 മണിക്കൂർ ഇങ്ങനെ വയ്ക്കുമ്പോൾ മാവ് പുളിച്ച് പൊന്തി വരും. അതിനെ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ പൊറോട്ട ഉണ്ടാക്കുന്നതിനോ ബോളാക്കി എടുക്കുന്നത് പോലെ ആവശ്യത്തിന് ബോളാക്കി എടുക്കും. തടി കൊണ്ടുണ്ടാക്കിയ ചപ്പാത്തി പലക പോലെയുള്ള വലിയൊരു പലകയിൽ ഓരോ ബോളും ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കുന്നു. ലവാഷ് ഉണ്ടാക്കുവാൻ 3 ആൾക്കാരുടെ സേവനമാണ് ആവശ്യം. പ്രത്യേകം സജ്ജീകരിച്ച ഒരു ഷെഡിനുള്ളിലാണ് ലവാഷ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് 4-5 അടി താഴ്ചയിലുള്ള വലിയ ഒരു അടുപ്പ് കാണാം. ഈ അടുപ്പിൻ്റെ ഉൾവശം ക്ലേ കൊണ്ട് മെഴുകിയിട്ടുണ്ടാകും. ഒരു വലിയ കലം ഇറക്കി വെച്ചതുപോലെ തോന്നി. ഇതിനുള്ളിൽ വിറകിട്ട് കത്തിച്ച് കനലുകൾ ഉണ്ടാക്കിയിട്ടേക്കും. ലവാഷ് ചുട്ടെടുക്കാൻ നിയോഗിച്ചിട്ടുള്ള ആൾ ഇതിന് സമീപത്തുള്ള ഒരു ചെറിയ കുഴിക്കുള്ളിൽ കാലുകളിട്ട് കസേരയിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കും. ഒരു സീറ്റിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ മുട്ട് കുത്തി നിന്ന് ഇത് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി മുട്ടിന്റെ ഭാഗത്തും ഒരു തലേണ പോലുള്ള ഒരു സാധനം വെച്ചേക്കും. മാവ് പരത്തിയെടുക്കുന്ന ആളും ഇതുപോലുള്ള ഒരു ചെറിയ കുഴിക്കകത്ത് കാലിട്ട് കസേരയിൽ ഇരിക്കുന്ന പോലെ ഇരുന്നാണ് പരത്തുന്നത്. ഒരു ലവാഷിന് ഏകദേശം 2 അടി നീളവും 1 അടി വീതിയും ഉണ്ടാകുമെന്ന് കരുതുന്നു. അത്രയും നീളത്തിലും വീതിയിലുമുള്ള ഒരു തലേണ പോലുള്ള സാധനത്തിന്റെ മുകളിൽ വെച്ചാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ വലുപ്പത്തിൽ പരത്തിയെടുക്കുന്ന മാവിനെ വീണ്ടും കൈകൾ ഉപയോഗിച്ച് വീശി വലുതാക്കി നേരത്തെ പറഞ്ഞ തലേണയുടെ വലുപ്പത്തിൽ ആക്കി അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു വയ്ക്കുന്നു. അടുപ്പിൻ്റെ ഭിത്തിക്കുള്ളിൽ പറ്റിപ്പിടിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ മുകളിൽ വെള്ളം സ്പ്രേ ചെയ്തിട്ടാണ് വെച്ചുപിടിപ്പിക്കുന്നത്. അടുപ്പിനകത്ത് അതിഭയങ്കരമായ ചൂടായതിനാൽ വളരെ കനം കുറഞ്ഞ ഈ ലവാഷ് നിമിഷ നേരം കൊണ്ട് തന്നെ വെന്ത് കിട്ടുന്നു. വെന്ത ലവാഷിനെ നീളമുള്ള ഒരു കമ്പി ഉപയോഗിച്ചാണ് കുത്തി പുറത്തേക്ക് എടുക്കുന്നത്. ഇങ്ങനെ ചുട്ടെടുക്കുന്ന ലവാഷിനെ 3-മത്തെയാൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നു. ചൂടോടെ കഴിക്കാൻ വളരെ ക്രിസ്പിയാണ്. അല്ലെങ്കിൽ വാട്ടർ സ്പ്രേ ചെയ്ത് പിന്നീട് ആവശ്യത്തിനാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ അത് സോഫ്റ്റ് ആയിരിക്കും. ഈ ലവാഷിൽ വെജിറ്റബിൾസോ അല്ലെങ്കിൽ മാംസമോ വെച്ച് പൊതിഞ്ഞ് റോളാക്കി ഷവർമ കഴിക്കുന്നത് പോലെയും കഴിക്കാം. ചെറു കഷ്ണങ്ങളായി മുറിച്ചെടുക്കുന്ന ലവാഷിനെ അവിടെ ഇത് കാണാൻ കൂടി നിൽക്കുന്നവർക്ക് രുചിച്ച് നോക്കുവാനും കൊടുക്കുന്നുണ്ട്. ചുട്ടെടുക്കുന്ന ലവാഷിനെ ചൂടോടെ തന്നെ ഒരു ടേബിളിൽ വെച്ച് വീതിക്ക് അല്ലെങ്കിൽ കുറുകെ 5 കഷ്ണങ്ങളാക്കിയും അതിനെ ഓരോന്നിനെയും പിന്നീട് വീണ്ടും 3 കഷ്ണങ്ങളാക്കിയും മുറിച്ച് മാറ്റുന്നു. ഇങ്ങനെ മുറിച്ച് മാറ്റുന്ന ചെറു കഷ്ണങ്ങളാണ് അവിടെ കൂടി നിൽക്കുന്നവർക്ക് അപ്പോൾ രുചിച്ച് നോക്കുവാൻ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കിൽ ചിക്കൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ തരും. അല്ലെങ്കിൽ ഇതിനെ പാക്ക് ചെയ്ത് വിൽപ്പനയ്ക്കും വയ്ക്കും. ഇവിടുത്തെ ഏറ്റവും വില കുറഞ്ഞ ഒരു ഫുഡ് ഐറ്റമാണ് ലവാഷ്. ലവാഷിന് പ്രത്യേകം രുചിയൊന്നുമില്ലാത്തതിനാൽ ചിക്കനോ മട്ടനോ ബീഫോ ഒന്നുമില്ലാതെ വെറുതെ കഴിക്കുക ബുദ്ധിമുട്ടാണ്. ഇതിനെ സാൻഡ്വിച്ച് ആക്കിയും ബാർബിക്യൂവിൻ്റെ കൂടെയും കഴിക്കാൻ ഉപയോഗിക്കാം. ലവാഷ് ഉണ്ടാക്കാൻ മാവ് കുഴയ്ക്കുന്നതും അതിനെ പാകപ്പെടുത്തി ഉരുളയാക്കി എടുക്കുന്നതും പിന്നാമ്പുറത്താണ് നടക്കുന്നത്. അത് നമുക്ക് കാണുവാൻ കഴിയില്ല. ലവാഷ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അടുപ്പിന് ടോണർ എന്നാണ് പറയുന്നത്.